അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കത്തിവെക്കൽ പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ്. അത് എല്ലാ ഗെറ്റ് ടുഗദറിനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കത്തിവെക്കലിന് പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ല. ഇരുന്ന് കത്തിവെക്കലും കളിയാക്കലുകളുമാണ് പ്രധാന പരിപാടി. സമയം പോയതേ അറിഞ്ഞില്ല. വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശോഭവറമ്പ് കലങ്കരിയുടെ ഒരു വരവ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നാണ്. നമ്മളുടെ വീട് നിൽക്കുന്ന ആ ഒരു പറമ്പിൽ തന്നെയാണ് ഇവർ ആ വരവിൻ്റെ ആൾക്കാർ അവിടെ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യും. ഒരു 6 മണി വരെ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യും. എന്നിട്ടായിരിക്കും അവർ ലേറ്റ് നൈറ്റ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുക. ഇങ്ങനെ ഒരുപാട് വരവ് ഓരോരോ സ്ഥലത്തു നിന്നുണ്ട്. അപ്പോൾ ലക്കിലി നമ്മളുടെ പറമ്പിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവരെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാ കൊല്ലം ഉണ്ടാവാറ്. ഇപ്രാവശ്യത്തെ കലങ്കരി കുറച്ചും കൂടിയും സ്പെഷ്യലായിരുന്നു. കാരണം പൊതുവേ വരവിന് ഞാൻ ഉത്സവങ്ങളിലൊക്കെ കാളകളിയാണ് നമ്മൾ അധികം കാണാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഫണ്ണായിട്ട് ഗൊറില്ല, പോളാർ ബിയർ അങ്ങനത്തെയൊക്കെ ഓരോ രൂപങ്ങളായിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഷോക്കായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ, ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അത് നമ്മൾ നേരിട്ട് കാണാൻ പിള്ളേരും എല്ലാവരും കൂടിയും നമുക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഹ്യൂജായിരുന്നു. കളിപ്പിക്കാനാണെങ്കിലും ഗോറില്ലയും എല്ലാം നേരിട്ട് നമ്മളെ നേരെ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഓടി ഇങ്ങോട്ട് വരും. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒറിജിനൽ അല്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിവറാവും. പക്ഷേ നല്ല ഫൺ, നല്ല എൻജോയ് ചെയ്തു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ. ഒരു 6 മണി വരെയൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മളെ പറമ്പിൽ നിന്നിട്ട് തന്നെ ആയിരിക്കും അവർ ഫുള്ള് ബാൻഡ് സെറ്റാണെങ്കിലും ഈ ഗൊറില്ലാസ് അതുപോലെ പോളാർ ബിയർ ഇവരുടെ ഈ ഒരു ഷോ എല്ലാം ആണെങ്കിലും ഒരു 6 മണി വരെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ലേറ്റ് നൈറ്റ് അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകും. അങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ.